അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഖുർആൻ പഠിക്കുക എന്ന ലക്ഷ്യത്തിലാണ് നമ്മളുള്ളത്. അള്ളാഹു ഏറ്റവും എളുപ്പത്തിൽ ഖുർആൻ പഠിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനുമുള്ള തൗഫീക്ക് നമുക്കെല്ലാം നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 90-ാം അധ്യായം സൂറത്തുൽ ബലദുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. സൂറത്തുൽ ബലദിനെ സംബന്ധിച്ചിടത്തോളം ലാ ഉഖ്സിം എന്ന ഒരു പേര് കൂടി ആ ഒരു സൂറത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് കാണുവാൻ സാധിക്കും. അൽ ബലദ് എന്ന് പറഞ്ഞാൽ രാജ്യം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ ഉദ്ദേശിക്കുന്നത് മക്ക രാജ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. കാരണം ഈ ഒരു സൂറത്തിൽ ആ ഒരു പദം വരുന്നുണ്ട് എന്ന് മാത്രമല്ല, മക്ക രാജ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ അവിടെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ഏതായിരുന്നാലും നമുക്ക് നേരെ സൂറത്തിലേക്ക് പ്രവേശിക്കാം. പ്രത്യേകിച്ച് മനസ്സിലാക്കുക, ഈ ഒരു സൂറത്ത് നമ്മളിതിനു മുമ്പ് വിശദീകരിച്ചതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക കാലഘട്ടത്തിലാണ് ഈ സൂറത്ത് അവതരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതിൽ പരാമർശിക്കുന്ന പല കാര്യങ്ങളും മക്ക നിവാസികളായ ആളുകളെ ബോധ്യപ്പെടുത്തുവാനും അതോടൊപ്പം സ്വഹാബിമാർക്ക് ചില സാന്ത്വനമായി കൊണ്ടുമാണ് അവതരിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്ക് നേരെ സൂറത്തിലേക്ക് പ്രവേശിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്. ഇവിടെ ഖസ്സമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം ചെയ്യുക എന്നുള്ളതാണ്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ രാജ്യത്തെ അഥവാ മക്കയെ കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല മക്ക രാജ്യത്തെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്യുകയാണ്. ഇവിടെ അൽ ബലദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഹാദൽ ബലദ് എന്നൊക്കെ പ്രയോഗിക്കുന്നത് മക്കയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. മക്കയെ സംബന്ധിച്ചിടത്തോളം മക്ക എന്നും ബക്ക എന്നും ഉമ്മുൽ ഖുറ എന്നുമൊക്കെ മക്കൾക്ക് പേരുകളുണ്ട്. വിശുദ്ധ ഖുർആനിൽ തന്നെ ഈ പല പേരുകളും വന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. മക്കയെ പിടിച്ചുകൊണ്ട് അള്ളാഹു സത്യം ചെയ്യുന്നത് ആ മക്കക്കാരനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ബോധ്യപ്പെടുത്തുവാനും തുടർന്ന് അങ്ങോട്ടുള്ള ആയത്തിൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകുന്ന പ്രത്യേക പരിഗണന ഓർമ്മപ്പെടുത്തുവാനും, അതുപോലെ മക്ക രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുമ്പോൾ അവിടെയുള്ള മക്ക നിവാസികളായ മുശ്രിക്കുകളായ ഖുറൈശികളായ ആളുകളെ പ്രത്യേകം അള്ളാഹു ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ രാജ്യമാണ് മക്ക. ആ മക്ക രാജ്യത്തെ പിടിച്ചുകൊണ്ട് അള്ളാഹു സത്യം ചെയ്യാണ്, വ അൻത ഹില്ലും ബിഹാദൽ ബലദ്, നീ ആകട്ടെ ഈ രാജ്യത്തെ നിവാസിയാണ് താനും. ഇവിടെ ഈ ഹില്ല് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പറയുന്നത്, താങ്കൾ ഈ രാജ്യത്തെ നിവാസിയാണ്, അല്ലെങ്കിൽ താങ്കൾക്കിവിടെ പരിപൂർണമായ അനുവാദം ഹലാല് എന്ന അർത്ഥത്തിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. താങ്കൾ സ്വതന്ത്രനാണ് എന്ന നിലക്ക് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ നിയമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില മാറ്റങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ ഈ ഒരു ആയത്ത് വിശദീകരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രത്യേകിച്ച് അള്ളാഹ് പറയാണ്, നിങ്ങൾ ഈ രാജ്യത്തെ, അല്ലെങ്കിൽ താങ്കൾ ഈ രാജ്യത്തെ നിവാസിയാണ് താനും. അങ്ങനെ പറയാനുള്ള കാരണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉൾക്കൊള്ളുന്ന മക്ക രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം മക്കയുടെ ഒരു ഭാഗം അത് ഹറമായിട്ടാണ് എണ്ണപ്പെടുന്നത്. ഹറം എന്ന് പറഞ്ഞാൽ പലതും അവിടെ നിഷിദ്ധമാണ്. ഒരു പക്ഷേ നമുക്ക് പുറമെ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഹറമിൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ, അതായത് കഅബ ഉൾക്കൊള്ളുന്ന അതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ അതൊന്നും അനുവദനീയമല്ല. ഈ ഹറമിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് പരസ്പരം യുദ്ധം ചെയ്യാനോ അല്ലെങ്കിൽ ഒരാളെ ആക്രമിക്കാനോ അതല്ലെങ്കിൽ അവരെ പ്രയാസപ്പെടുത്താനോ ഒന്നും പാടില്ല. അത് അവരും മക്കക്കാരായ ആളുകൾ പോലും അംഗീകരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സ്വന്തം വാപ്പയെ കൊലപ്പെടുത്തിയ ആളാണെങ്കിൽ പോലും കഅബത്തിന്റെ പരിസരത്ത് കണ്ടാലും അവരൊന്നും ചെയ്യൂല.
അവർ പുറത്ത് ഹറമിന്റെ പുറത്തേക്ക് എത്തുമ്പോഴാണ് തിരിച്ച് പ്രതികരണങ്ങളും അതേപോലെ തന്നെ മർദ്ദനങ്ങളും ഒക്കെ ഉണ്ടാവാറുള്ളത്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഈ ഹറമിനൊരു പവിത്രത അള്ളാഹു കൽപ്പിച്ചതാണ്. ആ കൽപ്പിച്ച ഹറമിന്റെ പവിത്രത എന്താണോ അതേ റബ്ബ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു അനുവാദം നൽകുന്നുണ്ട് വരും കാലഘട്ടത്തിൽ. അങ്ങനത്തെ ഒരു അനുവാദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകും എന്നുള്ള സൂചനയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക വിജയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കത് ആ ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് ചെല്ലുന്നത് സായുധമായിക്കൊണ്ടാണ്, ആയുധം എടുത്തുകൊണ്ടാണ് ചെല്ലുന്നത്. പക്ഷേ അവിടെ ശക്തമായ ഒരു യുദ്ധമോ അല്ലെങ്കിൽ പോരാട്ടമോ ഒന്നും നടക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അതിന് അനുവാദം നൽകുന്നുണ്ട്, അതിനെക്കുറിച്ചുള്ള ഒരു സൂചനയാണിത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. രണ്ടാമത്തെ ഒരു വിഭാഗം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മക്കയിൽ ജീവിക്കുന്നു. മക്കക്കാരാവട്ടെ മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെ മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കാനും മറ്റുള്ളവരെ പ്രയാസപ്പെടുത്താതിരിക്കാനും ആരെയും ആ ഹറമിന്റെ ഉള്ളിൽ ഒരു നിലക്കും ഉപദ്രവിക്കാത്ത ആളുകൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുമ്പോൾ അവർക്ക് ദേഷ്യം വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കുന്നത് കാണുമ്പോൾ അവർക്ക് അവരുടെ ഹാലിളകും. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്രമിക്കുക, കഅബത്തിന്റെ പരിസരത്ത് വെച്ചിട്ട് പോലും അത്രയേറെ ഹുറുമത്തുള്ള സ്ഥലമാണ്, പവിത്രമാക്കപ്പെട്ട ആ ഒരു സ്ഥലത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവര് ആ ഒരു പവിത്രത നൽകുന്നില്ല. ആ ഒരു രാജ്യത്തിന് പവിത്രത ഉണ്ട്, മറ്റുള്ള ആളുകളെ എല്ലാം ഉപദ്രവിക്കാത്ത ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ നൽകുന്നില്ല. അപ്പോൾ അത് ശരിയല്ല എന്ന നിലക്ക് താങ്കൾ ആ രാജ്യത്തെ ആള് തന്നെയാണ് എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിച്ചുകൊണ്ടുള്ള വാക്കുകളാണ് എന്ന് പറഞ്ഞ ആളുകളുമുണ്ട്. ഏതായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് രണ്ടാമത്തെ ആയത്ത് പറയുന്നത്, വ അൻത ഹില്ലും ബിഹാദൽ ബലദ്, നീ ആകട്ടെ ഈ രാജ്യത്തെ നിവാസിയാണ് താനും. എന്നിട്ട് മൂന്നാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നു, വവാലിദിൻ വമാ വലദ്, ജനയിതാവിനെയും അവൻ ജനിപ്പിക്കുന്നതിനെയും തന്നെയാണ് സത്യം. ഇവിടെ വാലിദ് എന്ന് പറഞ്ഞാൽ ശരിക്ക് വാപ്പ എന്നുള്ള അർത്ഥമാണുള്ളത്. വാലിദ് എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വാപ്പ, വാലിദത്ത് എന്ന് പറഞ്ഞാൽ ഉമ്മ, വാലിദൈനി നമ്മൾ ബിർറുൽ വാലിദി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. വാലിദൈൻ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ എന്നാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ വാലിദ് ആരാണ്? ചില പണ്ഡിതന്മാർ പറഞ്ഞു അവിടെ ഉദ്ദേശിക്കുന്നത് മക്കക്കാരായ ആളുകൾ തങ്ങളുടെ പിതാവായി കാണുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയാണ്. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് എന്ന് വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട്. വേറെ ചില ആളുകൾ പറഞ്ഞു ഇത് സാക്ഷാൽ എല്ലാ മനുഷ്യന്മാരുടെയും വാപ്പയായിട്ടുള്ള ആദം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചാണ് എന്ന് പറഞ്ഞവരുണ്ട്. അതല്ല, ഓരോരുത്തരുടെയും വാപ്പമാരെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ രക്ഷിതാവിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അത് ഒരു പക്ഷേ ഉമ്മയാവാം. വാലിദ് എന്നുള്ളതിന് വാപ്പ എന്ന അർത്ഥത്തിൽ മാത്രമല്ല, ഇവിടെ അവനെ ജനിപ്പിക്കുന്നതിനെ തന്നെയാണ് സത്യം. അപ്പോൾ ഓരോ മനുഷ്യന്റെയും സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവന്റെ മാതാപിതാക്കൾ അവനെ പ്രസവിച്ചത് മുതൽ പിന്നീട് അങ്ങോട്ടുള്ള അവന്റെ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. കാരണം തുടർന്നുള്ള ആയത്ത് അങ്ങനെയാണ്. അള്ളാഹു പറയുന്നു, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്, തീർച്ചയായും മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് ക്ലേശം സഹിക്കേണ്ട നിലയിലാകുന്നു. അഥവാ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിലായ സമയം മുതൽ അവന്റെ ജീവിതത്തിന്റെ ഓരോ ഭാഗവും ക്ലേശങ്ങൾ നിറഞ്ഞതാണ്. ഒരു പക്ഷേ അവൻ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഉണ്ടെങ്കിൽ പോലും ആ ഉമ്മക്കതിൽ ക്ലേശമുണ്ട്. പിന്നീട് അവൻ പുറത്തേക്ക് വന്ന് അവന്റെ ഓരോ ജീവിതത്തിന്റെ ഘട്ടത്തിലും അവന്റെ ചെറിയ പ്രായത്തിൽ, ബാല്യത്തിൽ, കൗമാരത്തിൽ, യുവത്വത്തിൽ, മധ്യവയസ്കനാകുമ്പോൾ, വയസ്സാകുന്ന സമയത്ത്, എല്ലാ സമയത്തും അവൻ പല നിലക്കുള്ള ക്ലേശങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു വാപ്പ എന്ന നിലക്ക്, ഉമ്മ എന്ന നിലക്ക്, മകൻ എന്ന നിലക്ക്, മകൾ എന്ന നിലക്ക്, അതേപോലെ തന്നെ ഒരു മനുഷ്യൻ എന്ന നിലക്ക്, ഒരു കുടുംബം എന്ന നിലക്ക്, അയൽവാസി എന്ന നിലക്ക്, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പല നിലക്കും ക്ലേശങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. മനുഷ്യന്റെ ജീവിതത്തിൽ അത്തരത്തിലുള്ള കബദുകൾ അഥവാ ക്ലേശങ്ങൾ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചത് ആ ക്ലേശം സഹിക്കേണ്ട നിലയിൽ തന്നെയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ക്ലേശങ്ങൾ വരിക തന്നെ ചെയ്യും. അതാണ് അള്ളാഹു പറയുന്നത്. എന്നിട്ട് അള്ളാഹു പറയുന്നു, അയഹ്സബു അല്ല യഖ്ദിറ അലൈഹി അഹദ്, അവനെ പിടികൂടാൻ ആർക്കും സാധിക്കുകയില്ലെന്ന് അവൻ വിചാരിക്കുന്നുണ്ടോ?
മനുഷ്യൻ ഇങ്ങനെയൊക്കെ പ്രയാസങ്ങളൊക്കെ സഹിച്ച് ക്ലേശങ്ങളൊക്കെ സഹിച്ച് അവൻ ജീവിക്കുമ്പോൾ അവൻ്റെ ധാരണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ ഇന്നെ പിടിക്കാനോ എൻ്റെ കാര്യത്തിൽ ഇടപെടാനോ ആർക്കും ഒരു അധികാരമില്ല, ഞാൻ പരിപൂർണ സ്വതന്ത്രനാണ്, എൻ്റെ ജീവിതത്തിൽ ഒരാൾക്കും ഇടപെടാൻ ഒരവകാശവും ഇല്ല എന്നൊക്കെയാണ് അവൻ വിചാരിക്കുന്നത്. എന്നിട്ട് അള്ളാഹു പറയാണ്, യഖൂലു, അവൻ പറയുന്നു, അഹ്ലക്തു മാലൻ ലുബദ, ഞാൻ മേൽക്കുമേൽ ധനം തുലച്ചിരിക്കുന്നു എന്നവൻ പറയുകയും ചെയ്യുന്നു. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, അയഹ്സബു അല്ലൻ യറഹു അഹദ്, അവൻ വിചാരിക്കുന്നുണ്ടോ അവനെ ആരും കണ്ടിട്ടില്ലെന്ന്. ഈ പറഞ്ഞത് ഈ മാലല്ലുബത, മേൽക്കുമേൽ സമ്പത്ത് വർദ്ധിക്കുക അല്ലെങ്കിൽ അത് തുലച്ചു കളയുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറഞ്ഞത് മക്കക്കാരായ ചില ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇങ്ങനെയാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്ന സമയത്തും അതിനു മുമ്പുമൊക്കെ മക്കയിലെ വലിയ വലിയ പ്രമാണിമാരായ ആളുകളൊക്കെ ഒരുപാട് ധർമ്മം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്ലിപ്പയായ അബ്ദുൽ മുത്തലിബുണ്ട്, അബ്ദുൽ മുത്തലിബിന്റെ വാപ്പയായ ഹാഷിമുണ്ട്. ഇവരൊക്കെ ധാരാളമായിട്ട് ധർമ്മം ചെയ്തിരുന്നു. എത്രത്തോളം എന്നാൽ മക്കയിലേക്ക് ഹജ്ജ് കർമ്മത്തിന് വേണ്ടി വരുന്നവർക്കെല്ലാം ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തം ഹാഷിമിന്റെ കയ്യിലായിരുന്നു. ഹാഷിമും ആ ഹാഷിമിന്റെ കൂടെ ഉണ്ടായിരുന്നവരുമാണ് അവർക്ക് ഭക്ഷണം കൊടുത്തിരുന്നത്. പല രാജ്യങ്ങളിലേക്കും അല്ലെങ്കിൽ പല ആളുകൾക്കും ധാരാളമായി കൊണ്ട് അവർ ദാനം ചെയ്തിരുന്നു. അതുപോലെ തന്നെ മറ്റു ചില ആളുകളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മഹാനായ അദി റളിയല്ലാഹു അൻഹു, ആ അദി റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പയായ ഹാത്തിമുത്വായി വലിയ ധർമ്മിഷ്ഠനായിരുന്നു. ദിവസം 100 കണക്കിന് ആടുകളെയും ഒട്ടകങ്ങളെയും ഒക്കെ പാചകം ചെയ്തിട്ട് ആളുകൾക്ക് ദാനമായിട്ട് കൊടുക്കാറുണ്ടായിരുന്നു. അത്രയും വലിയ ധർമ്മിഷ്ഠന്മാരായിരുന്നു. പക്ഷെ അവരുടെയൊക്കെ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ആ ധർമ്മം ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം കിട്ടാൻ വേണ്ടിയോ അല്ലെങ്കിൽ പരലോകത്ത് എനിക്കതൊരു ഉപകാരമാവണമെന്നോ ഉദ്ദേശത്തിലല്ല. അത് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. മഹാനായ അദി റളിയല്ലാഹു അൻഹു വന്നിട്ട് തന്നെ നബിനോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹിന്റെ റസൂലെ, എൻ്റെ വാപ്പ ഹാത്തിമുത്വായി ധാരാളം ധർമ്മം ചെയ്തിട്ടുണ്ടായിരുന്നു, അദ്ദേഹം ആ ധർമ്മം ചെയ്തതിന് നാളെ പരലോകത്ത് അദ്ദേഹത്തിന് വല്ലതും കിട്ടുമോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലൈസ അലാ ഷൈഉൻ, അദ്ദേഹത്തിന് ഒന്നും ഉണ്ടാവില്ല. കാരണം അദ്ദേഹം ഒരിക്കലും അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചിട്ടല്ല ചെയ്തിട്ടുള്ളത്, നാളെ പരലോകത്ത് പ്രതിഫലം കിട്ടണമെന്ന ആഗ്രഹത്തിലുമല്ല. ഈ ദുനിയാവിൽ ആരുടെയൊക്കെയോ നോട്ടം പ്രതീക്ഷിച്ചുകൊണ്ട്, അവരുടെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി, അവരുടെ ഒരു സംസാരത്തിന് വേണ്ടി, അവരുടെ ഒരു അപ്രീസിയേഷൻ കിട്ടാൻ വേണ്ടി, ഇതിനൊക്കെയാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ സാന്ദർഭികമായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിലും പലരും ചോദിക്കാറുണ്ട്, ഇന്ന ഇന്ന ആളുകൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടില്ലേ, ഈ ലോകത്ത് ഒരുപാട് ആളുകൾ പിന്നെ പിന്നെ ആളുകളെ സഹായിക്കുന്നില്ലേ, അതുപോലെ തന്നെ രോഗ എന്താണ് ഹോസ്പിറ്റലുകൾ ഉണ്ടാക്കുന്നില്ലേ, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ നാളെ പരലോകത്ത് എന്തെങ്കിലും കിട്ടുമോ? ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന ആളുകളില്ലേ, അതേപോലെ തന്നെ രോഗചികിത്സയ്ക്ക് വേണ്ടി പണം കൊടുക്കുന്നവരില്ലേ, അവർക്കൊക്കെ പരലോകത്തുണ്ടോ ഇല്ലയോ? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ കൊടുക്കുന്ന ആളുകൾ അവർ അള്ളാന്റെ തൃപ്തിക്കാണോ കൊടുക്കുന്നത്? അവർ പരലോകത്ത് രക്ഷപ്പെടണമെന്ന ഉദ്ദേശത്തിലാണോ കൊടുക്കുന്നത്? അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അനുസരിച്ചാണോ കൊടുക്കുന്നത്? എന്നാൽ ഒരു പക്ഷേ അവർക്ക് അതിൽ പ്രതിഫലം ഉണ്ടാവാം. എന്നാൽ ആ നിയ്യത്തൊന്നുമില്ലാതെ അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം അവർ ആഗ്രഹിക്കുന്നില്ല, പരലോകത്ത് അവരൊന്നും ആഗ്രഹിക്കുന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവർ വിശ്വസിക്കുന്നില്ല, പിന്നെ അവർക്ക് കൊടുക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇതൊന്നും ഇല്ലാതെ ഒരാൾക്ക് കൊടുത്തു എന്ന് വിചാരിക്കും. അയാൾ പറയാണ്, നാളെ പരലോകത്തെത്തിയപ്പോൾ പറയാണ്, ഞാൻ ഇതിനൊന്നുമല്ല, എനിക്ക് നാട്ടിലെല്ലാവരും ഇന്നൊന്ന് പരിഗണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, ഇന്നങ്ങനെ എല്ലാവരും ഒന്ന് പൊക്കി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്, അല്ലാതെ ഇപ്പൊ ഞാൻ ഈ പരലോകം പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല എന്ന് പറഞ്ഞാലോ? അപ്പൊ അവിടെ ഒരാൾ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് അയാളുടെ നീയത്ത് എന്താണോ ആ നീയത്തിനനുസരിച്ച പ്രതിഫലം. ഇന്നമല്ല അമാലു ബിന്നിയാത്ത്, എല്ലാ അമലുകളും സ്വീകരിക്കപ്പെടുന്നത് നീയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോ അയാൾ ധർമ്മം ചെയ്യുമ്പോൾ അയാൾക്കൊരു നീയത്തുണ്ട്. ആ നീയത്ത് എന്താ? ജനങ്ങളുടെ മുന്നിൽ എന്നെ കുറിച്ച് എല്ലാവരും പറയണം, ടോപ്പാ, മുപ്പര് ഉഷാറാ, മുപ്പരുടെ അടുത്ത് കൊണ്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും വെറും കൈയോടെ വരേണ്ടി വരില്ല, എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടും. ഇങ്ങനെ മറ്റുള്ളവർ പറയാൻ വേണ്ടിയിട്ടാണ് പലരും ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഉണ്ടായിരുന്ന ചില ആളുകൾ ഉണ്ടായിരുന്നു, ഈ ആത്തിമുത്തായിയെ പോലുള്ള ആളുകൾ, അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു ജുദ്ആനെ പോലുള്ള ആളുകൾ, അതുപോലെ തന്നെ ഹാഷിമിനെ പോലുള്ള ആളുകൾ. ഇങ്ങനെ ഒരുപാട് ആളുകൾ അവർ ധർമ്മം ചെയ്തിട്ടുണ്ട്, ചെയ്തിട്ടില്ല എന്നല്ല. പക്ഷേ
അവർ ചെയ്തതൊക്കെ മറ്റുള്ളവരുടെ നോട്ടത്തിന് വേണ്ടിയാണ്, മറ്റുള്ളവരുടെ പരിഗണനയ്ക്ക് വേണ്ടിയാണ്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നോട്ടം അവൻ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിൻ്റെതാണ്. അവൻ ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാ ചെയ്യുക. എന്നാൽ മക്കക്കാരായ ആളുകൾ, ഈ പറയപ്പെട്ട ആളുകളൊക്കെ അള്ളാഹുവിൻ്റെ നോട്ടം അവര് പ്രതീക്ഷിച്ചിട്ടില്ല. അള്ളാഹു പറയുന്നു, അയഹ്സബു, അവൻ വിചാരിക്കുന്നുണ്ടോ, അല്ലയ്യറഹു അഹദ്, അവനെ ആരും കണ്ടിട്ടില്ലെന്ന്. അവൻ കൊടുത്തതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അവൻ എന്തിനാ കൊടുത്തേ? അള്ളാഹിൻ്റെ അടുത്ത് കൂലി കിട്ടാനാ? അല്ല. പരലോകത്ത് രക്ഷപ്പെടാനാ? അല്ല. പിന്നെ ദുനിയാവിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. എന്നിട്ട് അള്ളാഹു വീണ്ടും പറയാണ്, അലം നജ്അൽ ലഹു ഐനൈൻ, അവന് നാം 2 കണ്ണുകൾ ഉണ്ടാക്കി കൊടുത്തില്ലേ? ഇനി മനുഷ്യന്റെ കാര്യത്തിൽ പറയണം, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയണം. അവന് നാം 2 കണ്ണുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടില്ലേ? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നൽകിയ വലിയ ഒരു അനുഗ്രഹം. വീണ്ടും പറയുന്നു, വലിസാനം വശഫതൈൻ, ഒരു നാവും 2 ചുണ്ടുകളും അവന് നൽകിയില്ലേ? വഹദൈനാഹുൻ നജ്ദൈൻ, തെളിഞ്ഞു നിൽക്കുന്ന 2 പാതകൾ അവന് നാം കാട്ടിക്കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ അള്ളാഹു പറഞ്ഞത് 1, 2 കണ്ണുകൾ അവന് നൽകി എന്നുള്ളതാണ്. ഈ കണ്ണുകൾ എന്നുള്ളത് അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്. എത്രത്തോളം എന്നാൽ, ആ കണ്ണുകൾ അള്ളാഹു നൽകിയത് തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് കാണാനും അള്ളാഹുവിൻ്റെ ആയത്തുകൾ ദർശിക്കാനും അതുപോലെ തന്നെ അള്ളാഹുവിനെ നന്ദി കാണിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. കണ്ണിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ കണ്ണിൻ്റെ പ്രത്യേകത എന്ന ഭൗതികമായിട്ട് ശാസ്ത്രീയപരമായിട്ടുള്ള പ്രത്യേകതകളെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് ഇസ്ലാമിൽ തന്നെ ചില കണ്ണുകളെ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. 3 കണ്ണുകൾ നരകം സ്പർശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 3 കണ്ണ് എന്ന് പറഞ്ഞാൽ 3 ആളുകളുടെ കണ്ണുകൾ, അല്ലാതെ 3 കണ്ണ് എന്നല്ല. എല്ലാവർക്കും 2 കണ്ണാണല്ലോ ഉള്ളത്. 3 ആളുകളുടെ കണ്ണുകൾ ഒരിക്കലും നരകം സ്പർശിക്കൂല. അതിൽ 1, അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ കണ്ണുകൾ. അള്ളാഹുവിനെ ഓർത്ത് കരയാം. നമ്മുടെ കണ്ണ് നനയും, നമ്മുടെ കണ്ണ് നമുക്ക് കരച്ചിൽ വരും. എപ്പോ? നമ്മുടെ ദുനിയാവിൻ്റെ കാര്യം ആലോചിച്ചിട്ട്, മക്കളുടെ കാര്യം ആലോചിച്ചിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രയാസങ്ങൾ വരുന്ന സമയത്തൊക്കെ ദുനിയാവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. എന്നാൽ അള്ളാഹനെ ആലോചിച്ചുകൊണ്ട് ഒരാൾ കരയാം. അങ്ങനെ കരയുന്ന കണ്ണ് ഒരിക്കലും നരകം സ്പർശിക്കുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. അള്ളാഹനെ ഓർത്ത് കരയാ എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ഓർത്ത് കരയാം. അള്ളാഹു നാളെ പരലോകത്തൊരുക്കി വെച്ചിട്ടുള്ള പരലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നരകാശിക്ഷകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരയാം. നമ്മുടെ അവസ്ഥ എന്തായിരിക്കും, എൻ്റെ പരലോകം എന്താണ് എന്നാലോചിച്ചിട്ട് കരയാം. അങ്ങനെ അള്ളാഹിനെ ഓർത്ത് അള്ളാഹുവിൻ്റെ ശിക്ഷകൾ ആലോചിച്ചിട്ടൊക്കെ ഒരാൾ കരഞ്ഞാൽ അവൻ്റെ കണ്ണ് പിന്നൊരിക്കലും നരകം സ്പർശിക്കൂല. കണ്ണ് നരകം സ്പർശിക്കൂല എന്ന് പറഞ്ഞാൽ കണ്ണ് മാത്രമല്ല, ആ വ്യക്തിക്ക് നരകത്തിൽ പ്രവേശിക്കേണ്ടി വരൂല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അങ്ങനെയുള്ള വിഭാഗത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. രണ്ടാമത്തെ എന്താണെന്നറിയോ? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കാവൽ നിന്ന കണ്ണുകൾ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കാവൽ നിൽക്കുക, അത് പല നിലക്ക് വിശദീകരിച്ചിട്ടുണ്ട്. ഒരു രാജ്യത്തിന് കാവൽ നിൽക്കുക എന്ന നിലക്ക് വിശദീകരിച്ചവരുണ്ട്. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു കാര്യത്തിനു വേണ്ടി, അള്ളാഹുവിൻ്റെ ദീനിയായ ഒരു കാര്യത്തിനു വേണ്ടി കാവൽ നിൽക്കുക എന്നുള്ളത് ഒക്കെ വിശദീകരിച്ചവരുണ്ട്. മൂന്നാമത്തെ വിഭാഗത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അള്ളാഹു ഹറാമാക്കിയത് നോക്കാത്ത കണ്ണുകൾ. ഒരു കാര്യം അള്ളാഹു ഹറാമാക്കിയിട്ടുണ്ട്, അവർക്കറിയാം അത് ഹറാമാണെന്ന്, എന്നിട്ടും ആ ഹറാമിനെ ഒഴിവാക്കി കാണുന്നവരുണ്ട്. അവർക്ക് രക്ഷയില്ല. അതല്ല, അത് ഹറാമാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആ ഹറാമ് അതെനിക്ക് കാണാൻ പറ്റൂല, എൻ്റെ കണ്ണ് അള്ളാഹു നൽകിയത് അത് നോക്കാനല്ല, ഇന്നത് കാണാൻ വേണ്ടിയിട്ടല്ല, എൻ്റെ കണ്ണ് നന്മകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഈ ഹറാമായ കാര്യം ഞാൻ കാണൂല എന്ന് പറഞ്ഞുകൊണ്ട് ആരാണോ ആ കാഴ്ചകൾ ഒഴിവാക്കുന്നത്, അങ്ങനെയുള്ള കണ്ണുകൾ, ഹറാമുകൾ കാണാത്ത കണ്ണുകൾ, അവർക്കും നാളെ നരകത്തിൽ ആ കണ്ണുകൾ സ്പർശിക്കുന്നതല്ല, നരകത്തിൽ പ്രവേശിക്കുന്നതല്ല എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് 2 കണ്ണുകൾ ഉണ്ടാക്കി തന്നു. വലിസാനം വശഫതൈൻ, ഒരു നാവും 2 ചുണ്ടുകളും. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ അനുഗ്രഹങ്ങൾ. ഓരോന്നും വിശദീകരിക്കേണ്ടതാണ്, നമ്മുടെ സമയം അധികരിച്ചു പോകുമെന്നുള്ളത് കൊണ്ട് പറയുന്നില്ല. എന്നിട്ട് അള്ളാഹു പറയുന്നു, വഹദൈനാഹുൻ നജ്ദൈൻ, ഉയർന്നു നിൽക്കുന്ന 2 മാർഗങ്ങൾ, 2 വഴികൾ നാം അവർക്ക് നൽകി. എന്താണ് 2 വഴികൾ എന്ന് പറഞ്ഞാൽ? ഒന്ന് ഖൈറിൻ്റെതാണ്, മറ്റൊന്ന് ഷെറിൻ്റെതാണ്. ഒന്ന് ഹിദായത്തിൻ്റെതാണ്, മറ്റൊന്ന് ലലാലത്തിൻ്റെതാണ്. അപ്പൊ 2 മാർഗങ്ങളും തെളിഞ്ഞു നിൽക്കുന്ന, ഉയർന്നു നിൽക്കുന്ന 2 മാർഗങ്ങൾ. ആ രണ്ടും അയാൾക്ക് മനസ്സിലാകും. ഒന്നുകിൽ
ഇന്ന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് എനിക്ക് സ്വർഗത്തിലെത്താം, അല്ലെങ്കിൽ ഇന്ന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് എനിക്ക് നരകത്തിലെത്താം. വ്യക്തമായി അവന് കാണുന്ന രൂപത്തിൽ അള്ളാഹു ആ രണ്ട് വഴികളെയും അവന് നൽകുന്നു. എന്നിട്ട് അള്ളാഹു പറയണം, ഈ രണ്ട് മാർഗങ്ങൾ അതിൽ ഏതാണോ ഒരാൾ സ്വീകരിക്കുന്നത് അതനുസരിച്ചുകൊണ്ട് അവന്റെ മാറ്റങ്ങളെക്കുറിച്ച് പറയണം. ഫലഖ്തഹമൽ അഖബ, എന്നിട്ട് ആ മലമ്പാതയിൽ അവൻ തള്ളിക്കടന്നില്ല എന്താന്നുള്ളത് വിശദീകരിക്കാം. വമാ അദ്റാക മൽ അഖബ, ആ മലമ്പാത എന്താണെന്ന് നിനക്കറിയാമോ? ഫക്കു റഖബ, അത് ഒരു അടിമയെ മോചിപ്പിക്കലാണ്. അഥവാ രണ്ട് മാർഗങ്ങളെക്കുറിച്ച് വിശദീകരിച്ചതിൽ നല്ല മാർഗം, യഥാർത്ഥ വിശ്വാസികളുടെ മാർഗം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് വിശദീകരിക്കണം. ആ ഒരു മലമ്പാത, ആ ഉയർന്നു നിൽക്കുന്ന പാത എന്ന് പറഞ്ഞാൽ അടിമയെ മോചിപ്പിക്കലാണ്. അടിമയെ മോചിപ്പിക്കുന്നത് വലിയ പുണ്യമാണ്. ഇത് ആരോടാ പറയുന്നത്? ഈ ആയത്തുകൾ എപ്പോഴാണ് ഇറങ്ങണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിക പ്രബോധനം നടത്തുന്ന സമയത്ത് നബിയിൽ വിശ്വസിച്ച ആളുകളിൽ ഒരുപാട് ആളുകൾ അടിമകൾ ഉണ്ടായിരുന്നു. നമ്മളിതിനു മുമ്പ് വിശദീകരിച്ചല്ലോ, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരുപാട് ആളുകൾക്ക് അടിമത്തമോചനം നൽകിയതിനെ കുറിച്ചൊക്കെ. അപ്പൊ അതിനുള്ള വലിയ പ്രോത്സാഹനം നൽകുകയാണ്. അങ്ങനെ മുസ്ലിം ആയിട്ടുള്ള അടിമകളെ മോചിപ്പിക്കുക എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ ഉപകാരം ലഭിക്കുന്ന, അവന് രക്ഷ ലഭിക്കുന്ന ഒന്നാണ്. ഔ അല്ലെങ്കിൽ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഗബ, അല്ലെങ്കിൽ പട്ടിണിയുള്ള നാളിൽ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. ഒന്നുകിൽ അടിമയെ മോചിപ്പിക്കുക. ഇസ്ലാമിൽ വലിയ പ്രോത്സാഹനമുണ്ട് അടിമയെ മോചിപ്പിക്കുന്നതിന്. ഒരടിമയെ ഒരാൾ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ നാളെ നരകത്തെ തൊട്ട് ആ ഒരു അടിമ നമുക്ക് സംരക്ഷണമായിരിക്കുന്ന വലിയ പോരിശ ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ട്, വലിയ പ്രോത്സാഹനം നൽകിയിട്ടുണ്ട് അടിമയെ മോചിപ്പിക്കുന്നത്. പല കാര്യങ്ങളിലും അതിൻ്റെ കഫാറത്ത് എന്ന നിലക്ക്, പ്രായച്ചിത്തം എന്ന നിലക്ക് പറഞ്ഞത് അടിമയെ മോചിപ്പിക്കുക, അടിമയെ മോചിപ്പിക്കുക. ആരെങ്കിലും ഒരു അടിമയെ തല്ലിക്കഴിഞ്ഞാൽ അവനെ മോചിപ്പിക്കലാണ് ഏറ്റവും നല്ലത് എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുണ്ട്. ഇങ്ങനെ അടിമയെ മോചിപ്പിക്കുന്നതിന് ഇസ്ലാം വലിയ പ്രോത്സാഹനം നൽകി. രണ്ടാമത്തതോ പാവപ്പെട്ട മിസ്കീനുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ മിസ്കീൻ എന്നുള്ളതും ഫക്കീർ എന്നുള്ളതും രണ്ടും രണ്ടാട്ടോ. ഫക്കീർ എന്നുള്ളത് ഏറ്റവും താഴെയുള്ള, എപ്പോഴും ആളുകളോട് എന്തെങ്കിലും ചോദിച്ച് നടക്കുന്ന ആളുകളായിരിക്കും ഈ ഫക്കീർ. എന്നാൽ മിസ്കീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചോദിച്ചു നടക്കൂല, എന്നാൽ അവർക്കുള്ളതിൽ അങ്ങനെ മുന്നിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട്, അല്ലാഹുമ്മ അഹ്യിനി മിസ്കീന, അല്ലാഹു എന്നെ നീ മിസ്കീനായി ജീവിപ്പിക്കണേ, മിസ്കീനായി മരിപ്പിക്കണേ എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മൾ പല പ്രാർത്ഥനകളും പഠിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു പ്രാർത്ഥന ചൊല്ലാൻ മടിയായിരിക്കും പലർക്കും. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എങ്ങാനും നമ്മൾ മിസ്കീനായി പോകുമോ എന്നുള്ളൊരു പേടിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു, മിസ്കീനാക്കാൻ വേണ്ടിയിട്ട്, മിസ്കീനായിക്കൊണ്ട് ഉയർത്തി നിൽക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഫക്കീർ ആകാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടില്ല. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷ നൽകണേ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നതുകൂടി നമ്മൾ സാന്ദർഭികമായിട്ട് മനസ്സിലാക്കാം. ഫക്കീർ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ എന്തെങ്കിലും തരണേ എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചോദിച്ച് നടക്കും. എന്ത് കിട്ടിയാലും അവർക്ക് മതിയാവൂല, പിന്നെയും ചോദിച്ച് നടക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. എന്നാൽ മിസ്കീൻ എന്ന് പറഞ്ഞാൽ അവർക്ക് അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ടാകും, എന്നാൽ ചില തടസ്സങ്ങളും ചില പ്രയാസങ്ങളൊക്കെ അവരുടെ ജീവിതത്തിലുണ്ട്. ലാവിഷായിട്ടുള്ള ഒരു ജീവിതം ആവൂല ഉണ്ടാവുക. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ഒരു വിഭാഗമാവാൻ ആഗ്രഹിച്ചിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമ്പന്നനല്ല, സമ്പത്ത് ആഗ്രഹിച്ചിട്ടില്ല. വലിയ സമ്പന്നനായി റബ്ബേ എനിക്ക് വീണ്ടും വീണ്ടും സമ്പത്ത് വർദ്ധിപ്പിച്ചു തരണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിട്ടുമില്ല. ഉള്ളതിൽ ഒരു ഖൈറും ബറക്കത്തും, അതാണ് ഒരു വിശ്വാസിയുടെ ജീവിതം. ഏറ്റവും വലിയ സമ്പത്ത് വേണ്ടത് പരലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അവിടേക്കുള്ള സമ്പത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചതും അതിനു വേണ്ടിയാണ് പരിശ്രമിച്ചതും. വീണ്ടും പറയാണ്, യതീമൻ ദാ മഖറബ, കുടുംബ ബന്ധമുള്ള ഒരു അനാഥക്ക്. അപ്പോൾ നേരത്തെ പറഞ്ഞു അടിമയെ മോചിപ്പിക്കുക എന്നുള്ളത്, അതുപോലെ തന്നെ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്, അതുപോലെ തന്നെ കുടുംബ ബന്ധമുള്ള ഒരു അനാഥ യതീമിനെ സംരക്ഷിക്കുക, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അതും വലിയ പുണ്യമുള്ള കാര്യമാണ്. അതല്ലെങ്കിലോ ഔ മിസ്കീനൻ ദാ മത്റബ, അല്ലെങ്കിൽ കടുത്ത ദാരിദ്ര്യമുള്ള സാധുവിന്, അങ്ങേയറ്റം പ്രയാസം അനുഭവിക്കുന്ന ഒരു സാധുവായ മനുഷ്യന്. നേരത്തെ പറഞ്ഞത് പട്ടിണിയുള്ള നാളിൽ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ പറയുന്നത് കുടുംബ ബന്ധമുള്ള ഒരു അനാഥക്ക്, അതല്ലെങ്കിൽ കടുത്ത ദാരിദ്ര്യമുള്ള സാധുവിനൊക്കെ എന്ത് ചെയ്യണം? അവരെ പരിഗണിക്കലും അവർക്ക് ഭക്ഷണം കൊടുക്കലും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കലൊക്കെ ഒരു മനുഷ്യൻ വിജയിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, സുമ്മ കാന മിനല്ലദീന ആമനു വതവാസൗ ബിസ്സബ്ർ വതവാസൗ ബിൽ മർഹമ, പുറമെ വിശ്വസിക്കുകയും
ക്ഷമ കൈകൊണ്ടും കാരുണ്യം കൊണ്ടും പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവരുടെ കൂട്ടത്തിൽ അവൻ ആയിത്തീരുകയും ചെയ്യുക. ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരുപാട് ഭക്ഷണം കൊടുത്ത ആളുകളുണ്ട്, സഹായിച്ച ആളുകളുണ്ട്. എന്നാൽ അവർക്കൊന്നുമില്ലാത്ത ചില ക്വാളിറ്റിയാണ് പറയുന്നത്. അവർ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അള്ളാഹു പറയണത് എന്താണ്? മിനല്ലദീന ആമനു, വിശ്വസിച്ചുകൊണ്ടാ കൊടുക്കണേ. ഒരാളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിയായിക്കൊണ്ട് ഈമാനോട് കൂടിയാണ് അയാൾ കൊടുക്കേണ്ടത്. വത്തവാസൗ ബിസ്സബ്ർ, സ്വബർ കൊണ്ട്, പരസ്പരം ക്ഷമ കൊണ്ട് അവർ ഉപദേശിക്കണം. വത്തവാസൗ ബിൽ മർഹമ, അതേപോലെ തന്നെ പരസ്പരം മർഹമത്ത് കൊണ്ട്, അഥവാ കാരുണ്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും ചെയ്യണം. ഇപ്പൊ ഇവിടെ സ്വബർ കൊണ്ട് ഉപദേശിക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല പ്രയാസങ്ങളും, നമ്മൾ വത്തവാസൗ ബിൽ ഹഖ് വത്തവാസൗ ബിസ്സബ്ർ എന്നുള്ള ആ വാചകം പറഞ്ഞത് ഓർക്കുന്നുണ്ടാകും, സൂറത്തുൽ അസ്റിൽ അതിന്റെ അവസാനത്തെ വാചകം. ഇവിടെ അൽ മർഹമ എന്നൊരു പ്രയോഗം കൂടി, കാരുണ്യം നൽകുക എന്നുള്ളതാണ്. ഒരാളെ സഹായിക്കുന്നതിൽ ഒരു കാരുണ്യമുണ്ട്. കരുണയുള്ള മനസ്സേ മറ്റുള്ളവരോട് കരുണ കാണിക്കൂ, മറ്റുള്ളവരെ പരിഗണിക്കൂ. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇർഹമു മൻ ഫിൽ അർള് വയർഹമുക്കും മൻ ഫിസ് സമ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കും എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. ആ ഭൂമിയിലുള്ളവരുടെ പേര് പറഞ്ഞിട്ടില്ല. ഇന്ന റിലീജിയസ് ബേസ്ഡ് ആയിട്ടായിരിക്കണം, അല്ലെങ്കിൽ ഇന്ന മതവിഭാഗത്തിൽപ്പെട്ട ഇന്ന സംഘടനയിൽപ്പെട്ട ആളുകൾ ഒന്നും പറഞ്ഞില്ല. മംഫിൽ അർള്, ഭൂമിയിലുള്ളവരോട്. അത് മനുഷ്യനാണ്, മൃഗമാണ്, ജീവജാലങ്ങളാണ്, പക്ഷികളാണ്, എല്ലാത്തിനോടും കരുണ കാണിക്കണം എന്നാണ് ഇസ്ലാം പറഞ്ഞു. എല്ലാത്തിനോടും ഒരു മുസ്ലിം കരുണയുള്ളവനാണ്. അല്ലാതെ എപ്പോഴും ദേഷ്യം വെച്ചുകൊണ്ട് ഒരു കലാപത്തിന് വേണ്ടി ആഗ്രഹിച്ച് നടക്കുന്ന ഒരിക്കലും മുസ്ലിം ആവൂല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വിദ്വേഷം വെച്ച് നടക്കൂല. അവൻ അങ്ങേയറ്റം കരുണയോടുകൂടിയായിരിക്കും അവന്റെ ജീവിതം. ഇങ്ങോട്ട് ഉപദ്രവിച്ചാലും ശരി, അങ്ങോട്ട് വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു സ്വഭാവം. എത്ര വാചകങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരുണയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറഞ്ഞ എത്ര വാചകങ്ങൾ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ ചില ആളുകൾക്കെതിരെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടിയാ പ്രാർത്ഥിച്ചത്. അവർക്ക് ഹിദായത്ത് കിട്ടാൻ, അവരുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ, ഇങ്ങനെയൊക്കെ നബി അങ്ങേയറ്റം ഉപദ്രവിച്ച ആളുകൾക്ക് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയല്ലേ കൊടുത്തേ. അപ്പൊ അതാണ് നബിയുർ റഹ്മ, നബിയുടെ പേരാണ് നബിയുർ റഹ്മ, കാരുണ്യത്തിന്റെ പ്രവാചകൻ. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാരുണ്യത്തിന്റെ പ്രവാചകനായിട്ടാണ് എണ്ണിയിട്ടുള്ളത്. ഏതായിരുന്നാലും കരുണയുള്ളവനായിരിക്കണം ഒരു വിശ്വാസി. എന്നിട്ട് അള്ളാഹു വീണ്ടും പറയാണ്, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ, ഈ പറഞ്ഞ ക്വാളിറ്റി ഒക്കെ ഒരാൾക്കുണ്ടെങ്കിൽ ഉലൈക, അക്കൂട്ടരാകുന്നു അസ്ഹാബുൽ മൈമന, അവരാകുന്നു വലതുപക്ഷക്കാർ. ഇവിടെ മൈമന, യമീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുണ്യത്തിന്റെ ആളുകൾ എന്നുള്ള അർത്ഥത്തിലാണ്. വലതുപക്ഷക്കാരായ ആളുകൾ, നമ്മൾ ഇൻഷാ അല്ലാഹ് അത് പിന്നീട് വിശദീകരിക്കും. വലതുപക്ഷം ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരിക്കലും UDF LDF ഒന്നല്ല, മറിച്ച് സ്വർഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ പരലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകളാണ്. വലതുപക്ഷം എന്നുള്ളത് ആരെക്കുറിച്ചാണ്, ഇടതുപക്ഷം എന്നത് പറഞ്ഞാൽ അത് നരകവാസികളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നീട് വിശദീകരിക്കുന്നതായിരിക്കും. എന്നിട്ട് അള്ളാഹു വീണ്ടും പറയണം, ആരാണ് ഇപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്ത ആളുകൾ വലതുപക്ഷത്തിന്റെ ആളുകളാണ്, അഥവാ അവർ പുണ്യത്തിന്റെ ആളുകളാണ്. എന്നാൽ ഇനി ചില ആളുകളുണ്ട്, അവർ ഇടതുപക്ഷത്തിന്റെ ആളുകൾ, അഥവാ അവർ അശുഭകരമായ ജീവിതം കാഴ്ചവെക്കുന്ന ആളുകൾ, ദുർനടപ്പുമായി ജീവിച്ച ആളുകൾ, അല്ലെങ്കിൽ അങ്ങേയറ്റം പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ. ആരാ? വല്ലദീന കഫറൂ ബി ആയാതിന, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയ ആളുകൾ. ഹും അസ്ആബുൽ മശ്അമ, അവരാകുന്നു ഇടതുപക്ഷത്തിന്റെ ആളുകൾ. അള്ളാഹു എന്തെല്ലാം ദൃഷ്ടാന്തങ്ങൾ അവരുടെ മുന്നിൽ വെച്ചു, അതിനൊക്കെ അവർ കളവാക്കി. ഖുർആനിനെ അവർ കളവാക്കി, ഖുർആനിന്റെ ആയത്തുകളെ അവർ കളവാക്കി. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ശരീരത്തിൽ നൽകിയിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ, അതിനെ അവർ കളവാക്കി. ഇതൊക്കെ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതാണ്, ഇതൊക്കെ എൻ്റെ കഴിവാണ്, ഒരു പരലോകവും ഇല്ല, ഒരു പടച്ചോനും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാത്തിനെയും കളവാക്കിയ ആളുകൾ, അവരാകുന്നു ഇടതുപക്ഷത്തിന്റെ ആളുകൾ എന്ന നിലക്ക് അള്ളാഹു പറയുന്നു. എന്നിട്ട് അള്ളാഹു പറയാണ്, അലൈഹിം നാറും മുഅ്സദ, അവരുടെ മേൽ അടച്ചു മൂടപ്പെട്ട നരകാഗ്നിയുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ ഈ വാചകം പറഞ്ഞിട്ടുണ്ട്. നാറും നരകത്തിനെ കുറിച്ച് പറയുമ്പോൾ അത് അടച്ചു മൂടപ്പെട്ടതായിരിക്കും. മുമദ്ദദ എന്ന് പ്രയോഗിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടാവും. എന്താ ഈ അടച്ചു മൂടപ്പെട്ടത്? ഒരു പക്ഷേ തുറന്നിട്ടതാണെങ്കിൽ അത് ഒരു പക്ഷേ കൂടുതൽ സമയം കഴിയുമ്പോൾ അതിങ്ങനെ കുറഞ്ഞു പോയി കൊണ്ടിരിക്കും. എന്നാൽ അടച്ചു മൂടപ്പെട്ടത്, അതിൽ നിന്ന് ഒരാൾക്കും പുറത്തു കടക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ, അതിൻ്റെ ജ്വാലകൾ അങ്ങേയറ്റം ചൂടുള്ളൊരവസ്ഥയിലേക്കൊക്കെ എത്തും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഈ പറഞ്ഞ ഓരോ ആയത്തുകളിലും കേവലം
അത് അന്നുണ്ടായിരുന്ന മക്കക്കാരായ ആളുകൾ മാത്രം മനസ്സിലാക്കാനുള്ളതല്ല. മക്കയിൽ അവതരിച്ചതാണെങ്കിലും അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടും സ്വഹാബിമാർക്ക് നന്മ ചെയ്യുന്നതിന്റെ പ്രാധാന്യം അറിയിച്ചു കൊടുത്തും പരസ്പരം ഒരു വിശ്വാസി എങ്ങനെയായിരിക്കണം, പരസ്പരം സഹകരിക്കേണ്ടതിന്റെ ആ മര്യാദകളൊക്കെ അറിയിച്ചു കൊടുത്തിട്ട് ഇതൊക്കെ ധിക്കരിച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ അള്ളാഹു വെറുതെ വിടൂല. ഇത് നമുക്കും കൂടി ബാധകമുള്ളതാണ്. ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പാവങ്ങളെ സഹായിക്കുക വലിയ പുണ്യമുള്ള കാര്യം. പ്രത്യേകിച്ച് റമദാൻ, ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞതാണ്. അവസരങ്ങളുണ്ട്, ആ അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ബൗദ്ധികമായിട്ടുള്ള പല നിലക്കുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. കാരുണ്യം ചെയ്യുക എന്നുള്ളത് പല നിലക്കും. ഇപ്പോൾ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ ചൂടുള്ള സമയമാണ്. നമ്മുടെ വീടിൻ്റെ പുറത്ത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം നമ്മൾ കൊണ്ടുപോയി വെക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ ഒന്നുമില്ല, ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൊണ്ടുപോയി വെക്കാൻ ആകെ 1 മിനിറ്റ് 2 മിനിറ്റ് സമയം മതി നമുക്ക്. പക്ഷേ എത്രയോ പറവകൾക്ക്, എത്രയോ പക്ഷികൾക്ക് ഒരു പക്ഷേ അത് ദാഹജലമായി മാറും. അവർക്ക് അതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാകും. അവരൊക്കെ നാളെ പരലോകത്ത് നമുക്ക് വേണ്ടി സംസാരിക്കും. എത്ര നിസ്സാരമായ കാര്യമാണ് അത്. നമുക്ക് വേണമെങ്കിൽ നമ്മൾ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ മക്കളെ വിളിച്ചിട്ട് പറയുക, പിന്നെ എല്ലാ ദിവസവും ഇന്നൊരു സമയമാകുമ്പോൾ ഒരു പാത്രത്തിലെടുത്തിട്ട് നീ മോള് കൊണ്ടുപോയി വെക്കണം കേട്ടോ, സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇങ്ങനെ ചെയ്യണം. മക്കൾക്കൊരു നിർദ്ദേശം കൊടുക്കുക, അതിൻ്റെ പുണ്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ചെറിയ പ്രായം തൊട്ട് അവരുടെ മനസ്സ് കാരുണ്യമുള്ള മനസ്സാവട്ടെ, അവരും മറ്റുള്ള സഹജീവികളെ സ്നേഹിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവട്ടെ. അതൊക്കെ ഇസ്ലാം വലിയ പ്രോത്സാഹനമായിട്ട് എണ്ണിപ്പറഞ്ഞ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അതിനുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഏതായിരുന്നാലും ഈ പറഞ്ഞ രൂപത്തിൽ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ആ വലതുപക്ഷത്തിന്റെ ആളുകളിൽ, സ്വർഗം നേടുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.